കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുകയാണ്. ഏതാണ്ട് കൊട്ടിയൂർ 15 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഉത്സവ ആഘോഷത്തിലാണ്. ഇന്ന് കൊട്ടിയൂർ വൈശാഖ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇളനീർ വെയ്പ്പാണ്. ദൂരെ നിന്ന് ഭക്തജനങ്ങൾ ഏതാണ്ട് 40 ദിവസത്തോളം വ്രതമെടുത്താണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി ബാവലിപ്പുഴയുടെ തീരത്ത് വന്ന് നിൽക്കുകയാണ്. ബാവലിപ്പുഴ വളരെ ആക്രോശത്തോടെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് അധികാരികളും മറ്റുള്ളവരും നിർദ്ദേശമുണ്ട്, ബാവലിപ്പുഴ കടന്നു പോകരുത്. തീരത്ത് എല്ലാ ഭക്തജനങ്ങളും കാത്തു നിൽക്കുകയാണ്. ഉത്സവ ആഘോഷത്തിൽ തന്നെ ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഏതാണ്ട് രാത്രി 11-12 മണിയോട് അടുപ്പിച്ച് തന്നെ ഈ രാശി മൈക്കിൽ കൂടി അറിയിപ്പ് കിട്ടുമ്പോൾ രാശി സമയം നോക്കി ഈ ഭക്തജനങ്ങളെല്ലാം തന്നെ അപ്പുറത്ത് ഈ ഇക്കരയിൽ നിന്നും അക്കരയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. കിലോമീറ്ററുകൾ ഇളനീർ മഠത്തിൽ നിന്ന് ഇളനീർ ചുമന്നുകൊണ്ട് നടന്ന് വ്രതമെടുത്ത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്? അവർ മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുകയാണ്. രാത്രിയോട് തന്നെ വൈശാഖ മഹോത്സവത്തിൻ്റെ ഉത്തമമായിട്ടുള്ള ഉത്സവമായി ഇന്ന് ഇളനീർ വെപ്പ് മഹാദേവൻ്റെ നെയ്യൊഴിച്ച് ഉഗ്രകോപിയായ മഹാദേവനെ തണുപ്പിക്കാൻ ഇളനീരുമായിട്ട് ഭക്തജനങ്ങൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ഇവർ ഈ കൊട്ടിയൂരിൻ്റെ ഈ ബാവലിപ്പുഴ ശമനമുണ്ടാകുമെന്നും ആ ശമനത്തിൽ കൂടി ബാവലിപ്പുഴ നീന്തി അപ്പുറത്ത് അക്കര ക്ഷേത്രത്തിലെത്തി മഹാദേവന് ഇളനീർ കൊണ്ട് തണുപ്പിക്കാൻ പറ്റുമെന്നാണ് ഭക്തജനങ്ങളുടെ എല്ലാം വിശ്വാസം. വളരെ ആവേശപൂർവ്വം ഈ കൊട്ടിയൂർ വന്ന വളരെ കിലോമീറ്റർ ദൂരെ നിന്ന് നടന്ന് വ്രതമെടുത്ത് വന്ന ഭക്തജനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്, കാത്തു നിൽക്കുന്നത്. അവർ ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ കാത്തു നിൽക്കുമ്പോൾ ബാവലിപ്പുഴ ശമിച്ച് അതിൽ കൂടെ നീന്തി കടന്നു തന്നെ അക്കര ക്ഷേത്രത്തിൽ എത്തും, മഹാദേവനെ കാണും, അനുഗ്രഹം മേടിക്കും എന്നുള്ള പ്രാർത്ഥനാ നിരതരമായിട്ടാണ് ഈ കൊട്ടിയൂരിൽ നിന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഉത്സവത്തിൻ്റെ ആഘോഷത്തിലാണ്, ആഘോഷ തിമിർപ്പിലാണ്. ഏതാണ്ട് 15ഓളം ചുറ്റളവിലുള്ള കിലോമീറ്ററുകളിലെല്ലാം തന്നെ എല്ലാ ഭക്തജനങ്ങളും എല്ലാവരും വളരെ ആഘോഷപൂർവ്വമായിട്ടാണ് ഇന്ന് ഇത് കൊണ്ടാടാൻ നിൽക്കുന്നത്. എന്തായാലും ബാവലിപ്പുഴ ശമനം ഉണ്ടാവുമെന്നും ഇവർക്കെല്ലാം പ്രാർത്ഥനാപൂർവ്വം ഈ ബാവലിപ്പുഴ നീന്തി അക്കരെ എത്താൻ കഴിയട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് ഈ ഭക്തജനങ്ങൾക്ക് പറയാനുള്ളതെന്നും കൂടി നമുക്ക് കേൾക്കാം. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ മയിൽ പെരുമാച്ചേരി മന്നമ്പേത്ത് കഞ്ഞിപ്പുരയിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ നമ്മൾ 17 ദിവസം വ്രതം എടുത്തിട്ട് നടന്നിട്ടാണ് കൊട്ടിയൂർ എത്തുന്നത്. 4 സ്ഥലങ്ങളായി താമസിച്ച് കൊട്ടിയൂർ എത്തുന്നത്. ഇന്നിപ്പോൾ കൊട്ടിയൂർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് വരുന്നവരാണ്. നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ യാതൊരു അടിസ്ഥാന സൗകര്യമില്ല. ഒരു ബാത്റൂം തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഒരു ബാത്റൂം ഉണ്ട്, അല്ലാതെ ഒരു ഇളനക്കാർ വന്നാൽ രാവിലെ മുതൽ ഇളനക്കാർ വരുന്നത് എഴുന്നേമ്പ് എപ്പോഴും ചിലപ്പോൾ 10 മണിക്കോ 12 മണിക്കോ 1 മണിക്കാവാൻ സാധ്യതയുണ്ട്. എത്ര മണിയായാലും ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനൊരു സൗകര്യമില്ല. കാരണം ഈ ചളിയും ഈ വെള്ളവും ഉള്ള സ്ഥലത്ത് ഞങ്ങളിവിടെ ഇളനീമ്പെപ്പിൻ്റെ രാശി അറിഞ്ഞ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നവരെ ഞങ്ങളുടെ നിൽക്കേണ്ട അവസ്ഥയാണ്. ഞങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇളനക്കാർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നടന്നിട്ടാണ് ഈ സന്നിധാനത്ത്, ദൈവത്തിൻ്റെ സന്നിധാനത്ത് ഇളനീർ കാവ് സമർപ്പിക്കാൻ വരുന്നത്. ആ സമർപ്പിക്കാൻ വരുന്ന ഭക്തജനങ്ങൾ മുഴുവൻ ഇവിടെ ഇങ്ങനെ ചളിയും വെള്ളവും ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ഇരിക്കാനോ ഒരു കിടക്കാനോ ഒരു റെസ്റ്റ്, അതായത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പോലും ഒരു സൗകര്യമില്ല. ഇങ്ങനെ നിന്ന് കൈയും കാലും കടഞ്ഞ് ചളി വെള്ളത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് അധികൃതർ എത്രയും പെട്ടെന്ന് അടിയന്തരമായി എന്തെങ്കിലും സഹായം, അടുത്ത വർഷമെങ്കിലും ഒരു ഇരിക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടാകണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അവിടുന്ന് പുറപ്പെട്ട് നേരെ തൊണ്ടിയിൽ ഒരു വീട്ടിൽ താമസം. അവിടുന്ന് ഭക്ഷണങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ 2 ദിവസം കഴിഞ്ഞ് നടന്നു വരും. രാവിലെ ഇവിടെ നടന്നു വന്നിട്ട് ഇവിടുത്തെ ദേവസ്വം നിങ്ങൾക്ക് അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. അത് പെരുമാൾ സേവാ പെരുമാൾ സേവാ സംഘത്തിന്റെ സൗകര്യമുണ്ട്. പക്ഷേ നമ്മുടെ കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഭാഗത്ത് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? സൗകര്യങ്ങൾ കുറവാണ്. അത് ശ്രദ്ധിക്കട്ടെ, അവർ അടുത്ത പ്രാവശ്യം അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരട്ടെ അല്ലേ? എന്തായാലും പറയണ്ട. എത്ര വർഷമായിട്ട് വരുന്നുണ്ട് ഇവിടെ? 19 വർഷമായിട്ട്. ഇന്ന് നമുക്ക് ചാടി ഈ ബാവലിപ്പുഴ ചാടി അപ്പുറത്ത് പോകാൻ പറ്റുമോ? നീന്തി പോകാൻ പറ്റൂല. ഭഗവാൻ അനുഗ്രഹിക്കുമെന്നും പ്രതീക്ഷിക്കാം. എത്ര കിലോമീറ്ററോളം ദൂരം? ഒരു 45-50 കിലോമീറ്റർ അധികം ദൂരത്ത് നിന്നാണ് നടന്നിട്ട് വരുന്നത് ഇവിടെ. അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇടത്താവളത്ത് താമസിക്കും. ഓരോ ദിവസം താമസിച്ചാൽ ഞങ്ങൾ നടന്നു വരുന്നത്. നിങ്ങളുടെ ഇളനീർ മഠം എവിടെയാണ്? ഇളനീർ മഠം നമ്മളെ പെരുമാച്ചേരി കഞ്ഞിപ്പുര ഇളനീർ മഠത്തിലാണ്. അതെ. ഇത്രയും വർഷമായിട്ട് ഇതിനൊരു മാറ്റം വരാത്ത എന്താണ്? എന്താ മാറ്റം വരാം? അധികൃതർ കണ്ണു തുറക്കുന്നില്ല. എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ഈ ദേവസ്വത്തിലും നമ്മുടെ ഈ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരോടൊക്കെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. യാതൊരു ശാശ്വത പരിഹാരം കാണുന്നില്ല. ഉഗ്ര ഗോപിയായിട്ട് നിൽക്കാന്നല്ലോ മഹാദേവൻ
മഹാദേവൻ ഇവിടെ ഇപ്പോൾ ഇത്രയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇത്രയും മഴ കുത്തിയൊഴുകുന്നത്. അതെ, ഇത്രയും മഴ കുത്തിയത്. അപ്പോൾ അതായത് ദൈവം ഇവിടെ കണ്ടു തുറന്ന് ഈ ഇളനീരെടുത്ത് വരുന്ന ഭക്തർക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെന്നാണ് നമ്മൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടുത്തെ അധികൃതരോട്. അല്ല, ഇത് മഹാദേവൻ മുൻപ് 50 വർഷങ്ങൾക്ക് മുമ്പ് കാലത്തെ ഇത്രയും കുത്തൊഴുക്ക് വന്നിട്ട് ഈ രാശി സമയമായപ്പോഴത്തേക്ക് ഈ കുത്തൊഴുക്ക് നിന്നതായിട്ടൊരു ചരിത്രമുണ്ട്. അത്തരം ഒരു ചരിത്രം ഇന്ന് ആവർത്തിക്കൂ? തീർച്ചയായിട്ടും ആവർത്തിക്കുന്നു. ഇളനീർക്കാർക്ക് ഭംഗിയായിട്ട് ഇളനീർ ശിവന് സമർപ്പിക്കാനുള്ള നല്ല സൗകര്യം ഉണ്ടാകുന്നതാണ് ഞങ്ങൾ പ്രാർത്ഥന ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് വന്നിട്ട് ഒരു കയ്യാല പോലെ ഇവിടെ ഒന്നും കെട്ടി തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് അല്പം ഒന്ന് വിശ്രമിക്കാമായിരുന്നു. തീർച്ചയായിട്ടും കയ്യാലയില്ലേ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടെങ്കിലും ഈ സ്ഥലത്ത് ഞങ്ങളിങ്ങനെ ചെളിയ വെള്ളത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്നു വന്ന് ഭക്തർക്ക് ഒരു ഇരിക്കാനുള്ള സൗകര്യം പോലും ഇവിടെ ഇല്ല. ഞങ്ങൾ രാശി അറിഞ്ഞ് ഇളനീർ പപ്പിള്ള അനൗൺസ് വരെ ഞങ്ങളിവിടെ ഈ ചെളിയും വെള്ളത്തിൽ നിൽക്കേണ്ട വളരെയധികം വിഷമതയോടെയാണ് ഉള്ളത്. ഓക്കെ, അടുത്ത പ്രാവശ്യം എന്തായാലും അധികൃതർ കണ്ട് പരിഹരിക്കും. തീർച്ചയായിട്ടും എത്രയും വേഗം നമ്മൾക്ക് ഒരു ഇരിപ്പിടെങ്കിലും ഇവിടെ വന്ന് കയ്യും കാലും എത്രയോ സ്ത്രീകളടക്കം വടകരയിൽ നിന്നും അവിടെ നിന്നും കോഴിക്കോട് നിന്നൊക്കെ പേരാമ്പ്ര പല സ്ഥലത്തും നടന്നിട്ട് സ്ത്രീകളടക്കം ഭക്തരായി നടന്ന് കാൽനടയായിട്ട് വരുന്നവർക്ക് ഒരു ഇരിപ്പിടമില്ല, ഒരു ഇരിക്കാനുള്ള സൗകര്യമില്ല. ഇവിടെ മുഴുവൻ ആൾക്കാർ ഇവിടെ നിന്ന് നിൽക്കുക.